പറയുമ്പോൾ യുദ്ധത്തിലേക്കും കൂടി നീങ്ങണം. ആ യുദ്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റും കൂടെ വരുന്നു. ഈ അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇസ്രായേൽ ഇടയുന്നു. കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമാണെന്നായിരുന്നു കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിന്റെ പ്രതികരണം. ലെബനനിൽ നിന്നടക്കം സേനയെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹോർമുസിൽ ടോൾ പിരിക്കാനാണ് ഇറാന്റെയും തീരുമാനം. വിനോദ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വിനോദ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണ്. സമാധാന കരാർ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? ഹരി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ നിലപാട് തന്നെയാണ്. കാരണം സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്ന ഔദ്യോഗികമായി ഒപ്പിടുന്നത് വെള്ളിയാഴ്ചയാണ്. എങ്കിൽ തന്നെയും ഇന്നലെ വെർച്വലായി ഈ കരാർ ഒപ്പിട്ടു ഇറാൻ്റെ സ്പീക്കർ ഖാലിബാഫും അതോടൊപ്പം തന്നെ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹവും ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ട്. അങ്ങനെ ആ വെർച്വലായി ഡിജിറ്റലായുള്ള ഒരു കരാർ ആദ്യം തയ്യാറാകുന്നു. എന്നാൽ ഇതിൻ്റെ അന്തിമ രൂപം വെള്ളിയാഴ്ചയോടുകൂടി യാഥാർത്ഥ്യമാകും. പക്ഷേ ഇറാൻ ഈ കരാർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ലെബനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഗസയിൽ നിന്നോ സേനയെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല എന്ന് നെതന്യാഹു ഉറപ്പിച്ച് പറയുമ്പോൾ അവിടെ സംഘർഷം തുടരും എന്ന് തന്നെയാണ് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്, താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നാണ് ഈ കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അതായത് ട്രംപുമായി സ്വരച്ചേർച്ചയിലല്ല കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നത് വ്യക്തമാകുന്നു. മാത്രമല്ല, ഇസ്രായേലിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ജനങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം ഏറ്റുമുട്ടലുകൾ അനിവാര്യമാണ്. ആ ഒരു രാജ്യ താല്പര്യം പ്രകടിപ്പിക്കണമെങ്കിൽ തീർച്ചയായും നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. അതുതന്നെയാണ് ഇവിടെ പ്രധാനമായും നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഇറാൻ അതിന് തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ അങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റാൻ ഇറാൻ തയ്യാറാകും എന്നതിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. അത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അമേരിക്ക വെച്ച് പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസിൽ ചുങ്കം പിരിക്കാനുള്ള തീരുമാനം, ചുങ്കം പിരിവ് അനുവദിക്കില്ല എന്ന കാര്യം അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സർവീസ് ചാർജ് എന്ന നിലയിൽ അവിടെ നിന്ന് പണം ഈടാക്കാനാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കപ്പലുകൾക്ക് വലിയ തോതിൽ പണം നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇത് സൂയസ് കനാൽ ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ട്. അങ്ങനെ